ഗസ സിറ്റി നിറയെ ഇസ്രായേൽ സൈന്യം. ഗസ സിറ്റി പൂർണ്ണമായും പിടിച്ചെടുത്തു കഴിഞ്ഞു ഇസ്രായേൽ. 2.1 ദശലക്ഷം പേരാണ് ഗസ സിറ്റിയിൽ ഉണ്ടായിരുന്നത്. അവരിൽ 35% പേർ പലായനം ചെയ്യാതെ അവിടെ തന്നെ നിൽക്കുന്നു. പിറന്ന മണ്ണിൽ മരിച്ചു വീഴുകയാണ് സുഹൃതമെന്ന് കരുതുന്നവർ. അവർ എങ്ങും പോകാൻ തയ്യാറല്ല. അവരെ നിർബന്ധിതമായി ഓട്ടിക്കാൻ ഇസ്രായേൽ സൈന്യം ശ്രമിക്കുന്നു. ഇസ്രായേൽ സൈന്യം മുന്നേറുകയാണ് യുദ്ധത്തിൽ മുന്നേറുമ്പോൾ ഗസ സിറ്റിയിൽ നിൽക്കുന്ന ജനങ്ങൾ പിരിഞ്ഞു പോകാനാവാതെ അവരുടെ പിറന്ന മണ്ണിൽ നിൽക്കുന്ന ജനങ്ങൾ ലോകത്തിൻ്റെ ദുരിത കാഴ്ചയായി മാറുകയാണ്. അതിനിടയിൽ ഹൂത്തികളുടെ ഡ്രോൺ മിസൈൽ ആക്രമണം ഇസ്രായേലിന് നേർക്കുണ്ടായി. ഹൈഫ നഗരത്തിലെ ഒരു ഹോട്ടൽ പൂർണ്ണമായും തകർന്നു ആക്രമണത്തിൽ. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ഇതോടെ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാറും അവസാനിച്ചു. പശ്ചിമേഷ്യ പൂർണ്ണമായും യുദ്ധത്തിലേക്ക്. ഗസയിൽ യഥാർത്ഥത്തിൽ അന്തിമ യുദ്ധം തുടങ്ങിയിരിക്കുന്നു. ഹമാസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ ഖാൻ യൂനിസിലും റഫയിലും ഒക്കെ നിന്ന് അവർ തിരികെ ആക്രമിക്കുന്നു. അവരുടെ മിന്നലാക്രമണത്തിൽ 4 ഇസ്രായേലി സൈനികർ ഇന്നലെ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ഹമാസ് എവിടെയുണ്ടെന്നോ ഹമാസ് നേതാക്കളെ പൂർണ്ണമായും കീഴടക്കിയെന്നോ ഇസ്രായേൽ അവകാശപ്പെടുന്നില്ല. യുദ്ധം നീണ്ടു നിൽക്കും എന്നാണ് അവർ പറയുന്നത്. യുദ്ധം അന്തിമഘട്ടത്തിലേക്ക് അടുത്തിരിക്കുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രസ്താവിച്ചത്. അന്തിമ യുദ്ധം തന്നെയാണ് ഇനി നടക്കുന്നത്. പക്ഷേ ആ അന്തിമ യുദ്ധം എന്ന് അവസാനിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഗസ സിറ്റി കീഴടക്കിയതോടെ യുദ്ധത്തിൽ ഇസ്രായേലിന് വ്യക്തമായ മേൽക്കൈ ലഭിച്ചു കഴിഞ്ഞു. ഹമാസിൻ്റെ തുരങ്കങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നുണ്ട് ഇസ്രായേൽ. പക്ഷേ ഏതൊക്കെ തുരങ്കങ്ങളിലാണ് ഹമാസ് ഉള്ളതെന്ന് ഇസ്രായേലിന് ഇതുവരെയ്ക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ജനങ്ങൾ ഒരു കഷ്ണം ബ്രെഡിനായി ആഗ്രഹിക്കുന്ന കാഴ്ച. പലായനം ചെയ്യപ്പെടുന്ന ജനങ്ങൾ. ഗസ സിറ്റിയിൽ നിന്നും ജനങ്ങളെ പൂർണ്ണമായി ഒഴിപ്പിക്കാനാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. അമേരിക്ക ഈ തീരുമാനത്തിന് പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞു. ഗസ സിറ്റിയിൽ നിന്നും ഇസ്രായേൽ ജനങ്ങളെ പൂർണ്ണമായി ഒഴിപ്പിച്ചാൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആഗ്രഹങ്ങൾ നടക്കും. പ്രത്യേകിച്ചും അമേരിക്കയുടെ ആഗ്രഹം. ട്രംപ് തന്നെ പറഞ്ഞിരുന്നു അവിടം ഒരു സുഖവാസ കേന്ദ്രമാക്കി മാറ്റുമെന്ന്. ജനങ്ങൾ വസിച്ചിരുന്നിടം സുഖവാസ കേന്ദ്രമാക്കി മാറ്റുക. അതിനുവേണ്ടി ജനങ്ങളുടെ ചോര വീഴ്ത്തുക. ഇതിലപ്പുറം ക്രൂരത എന്തുണ്ട് ട്രംപേ എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ചോദിക്കാനുള്ളത്. ഹമാസ് പോരാളികൾ കീഴടങ്ങാതെ നിൽക്കുന്നു ഇപ്പോഴും. അവർ അവിടെ നിന്ന് അവരുടേതായ രീതിയിൽ വലിയ ഇസ്രായേൽ സൈന്യത്തെ ചേർക്കുന്നു. അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ആക്രമണത്തെ അപലപിച്ചതല്ലാതെ ആക്രമണം നിർത്താൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അതാണ് മറ്റൊരു വശം. അവർ ആ ആക്രമണം നിർത്താനോ അല്ലെങ്കിൽ ആക്രമണം നിർത്തണമെന്ന് കർക്കശമായി പറയാനോ തയ്യാറായിട്ടില്ല. ഇറാൻ പരമോന്നത നേതാവ് ഖൊമൈനി മാത്രമാണ് യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടത്. യുദ്ധം നിർത്തണമെന്ന് ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെട്ടത്. ലോകരാജ്യങ്ങളെല്ലാം സഹതാപത്തോടെ നോക്കുകയാണ് ഗസയെ. അതിനപ്പുറം ഒന്നും ചെയ്യാൻ ആർക്കും സാധ്യമല്ല. ഇനി ഹമാസ് പോരാളികളെ മുഴുവനായി കീഴടക്കുക എന്ന ലക്ഷ്യമാണ് ഇസ്രായേലിന് മുമ്പിലുള്ളത്. അത് അതിവേഗം സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. കാരണം അവർ പൊരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്തിമ യുദ്ധം തുടങ്ങുമ്പോൾ നേർക്കുനേർ അവർ പോരാട്ടത്തിന് വരില്ല എന്നത് ഉറപ്പാണ്. ഒളിയിടങ്ങളിലിരുന്ന് തക്കം പാർത്ത് അവർ ആഞ്ഞടിക്കും ഇസ്രായേലിനെ. ഒളിച്ചിരുന്നുള്ള ഗറില്ല മോഡൽ ആക്രമണം. ആ ആക്രമണം തകർക്കാനാണ് ഇസ്രായേൽ ഇപ്പോൾ ശ്രമിക്കുന്നത്. ജനങ്ങളെ ഹമാസ് ബന്ദികളാക്കുന്നു എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. പലയിടങ്ങളിലും ഹമാസ് ഭീകരരെന്ന് ഇസ്രായേൽ പറയുന്നവർക്ക് ഹമാസ് പോരാളികൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതുകൊണ്ടാണ് പല കെട്ടിടങ്ങളും തങ്ങൾ തകർത്തതെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. യഥാർത്ഥത്തിൽ അതൊന്നുമല്ല കാര്യം. ഗസ ഒരു സ്വപ്ന ഭൂമിയാണ് ട്രംപിന്. അയാൾ ബിസിനസ്സുകാരനാണ്. ഗസയിൽ
കുറച്ച് 5 സ്റ്റാർ ഹോട്ടലും മറ്റുമൊക്കെ പണിഞ്ഞു കഴിഞ്ഞ് അവിടുത്തെ പ്രകൃതി രമണീയമായി മാറ്റിയാൽ ട്രംപിന് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാം. മാത്രമല്ല, ഗസയിൽ നിന്ന് പ്രകൃതിവാതകം സുലഭമായി ലഭിക്കുകയും ചെയ്യും. സൗദി അറേബ്യയെ താങ്ങേണ്ടി വരില്ല എണ്ണയ്ക്കും മറ്റ് അവശ്യ വസ്തുക്കൾക്കും. ഇതൊക്കെ കൊണ്ടാണ് ട്രംപ് ഇസ്രായേലിന് മുഴുവൻ പിന്തുണയും നൽകിയിരിക്കുന്നത്. മുഴുവൻ പിന്തുണ എന്നാൽ ശക്തമായ പിന്തുണ എന്ന് തന്നെ പറയാം. എന്തായാലും ഗസ സിറ്റി പൂർണ്ണമായും പിടിച്ചെടുത്ത ഇസ്രായേൽ മുമ്പോട്ട് തന്നെ കുതിക്കുകയാണ്. ഗസ സിറ്റി നിറയെ ഇപ്പോൾ ഇസ്രായേൽ സൈനികരാണ്. അവർ ഗസ സിറ്റി പിടിച്ചെടുത്തതായ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഗസയിൽ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ വിച്ഛേദിച്ചിരിക്കുകയാണ്. മൊബൈലുകളൊന്നും ഗസക്കാരുടെ മൊബൈലുകളൊന്നും പ്രവർത്തനക്ഷമമല്ല. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്നത് എന്താണെന്ന് പുറം ലോകം അറിയുന്നത് ഇസ്രായേൽ ഇടുന്ന വീഡിയോകളിലൂടെയാണ്. അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, ഗസ സിറ്റി പിടിച്ചെടുത്തെങ്കിലും അന്തിമ യുദ്ധം ഇപ്പോഴാണ് തുടങ്ങിയതെന്ന്. അന്തിമ യുദ്ധം എന്നാൽ നേർക്കുനേറുള്ള യുദ്ധം, ഹമാസും ഇസ്രായേൽ സേനയും തമ്മിൽ. പക്ഷേ നേർക്കുള്ള യുദ്ധം ഇസ്രായേലിന് കൊടുക്കില്ല ഹമാസ്. മറിച്ച് അവർ പതിയിരുന്ന് ആക്രമിക്കും, പതിയിരുന്ന് അവർ തിരിച്ചടിക്കും. അതാണ് അവരുടെ രീതി, അതാണ് അവരുടെ ശൈലി. അൽ ഖസാം ബ്രിഗേഡിനെ പൂർണ്ണമായും തകർത്തുവെന്ന് ഇസ്രായേൽ പറയുമ്പോൾ അൽ ഖസാം ബ്രിഗേഡ് തകർന്നിട്ടില്ലെന്ന് അവർ അവകാശപ്പെടുന്നു. അൽ ഖസാം ബ്രിഗേഡ് ഇപ്പോഴും ഗാസയിൽ ശക്തമായി തന്നെ തുടരുന്നു, ഹമാസിന് താങ്ങായി. ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചാണ് ആക്രമണം നടത്തിയത്. ഒരർത്ഥത്തിൽ അറബ് രാഷ്ട്രങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഇസ്രായേലിന്റെ ഈ ആക്രമണം. അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അവർ അംഗീകരിച്ചിരുന്നു. മാത്രമല്ല, ഗസയിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങണം എന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു. ഇത് രണ്ടും ഇസ്രായേലിന് അഭിമാനക്ഷതമുണ്ടാക്കി. അത് അറബ് ഇസ്ലാമിക് ഉച്ചകോടി കഴിഞ്ഞ മണിക്കൂറുകൾക്കകമാണ് ഇസ്രായേൽ കുതിച്ചു കയറിയത്. അപ്രതീക്ഷിതമായ ഒരു കുതിച്ചു കയറ്റമായിരുന്നു അത്. ഹമാസ് ഒരിക്കലും ഇങ്ങനെ ഒരു കുതിച്ചു കയറ്റം പ്രതീക്ഷിച്ചിരുന്നില്ല. സാധാരണ പോലെ യുദ്ധം പോകും എന്നായിരുന്നു അവർ കരുതിയിരുന്നത്. പക്ഷേ ടാങ്കുകളും അത്യന്താധുനിക പോർ വിമാനങ്ങളും ഒക്കെയായി ഇസ്രായേൽ കുതിച്ചു കയറി. അവരുടെ മുഴുവൻ സൈന്യവും, അവരുടെ സൈന്യത്തിൽ ഭൂരിഭാഗവും കരയുദ്ധത്തിൽ പങ്കെടുത്തു. അവിടെയാണ് ഹമാസിന് അടിതെറ്റിപ്പോയത്. ഇത്ര പെട്ടെന്ന് ശക്തമായ ഒരു ആക്രമണം നടത്തുമെന്ന് ഹമാസ് പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ അത് മുൻകൂട്ടി കണ്ടിരുന്നെങ്കിൽ അവർ അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ തേടുമായിരുന്നു. ഹമാസിനൊന്ന് പ്രതിരോധിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ഗാസ സിറ്റി പൂർണ്ണമായും ഇസ്രായേൽ പിടിച്ചെടുത്തു. വളരെ പെട്ടെന്ന് ഒരു ക്വിക്ക് ആക്ഷനിലൂടെ പിടിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അന്തിമ യുദ്ധം തുടങ്ങിയിരിക്കുന്നു. ഇനി ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം, ആ യുദ്ധം അവസാന ഘട്ടത്തിൽ ആയിരിക്കുന്നു. അന്തിമ ഫലം ആർക്കനുകൂലമാകും എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. ഹമാസ് പോരാളികൾ കീഴടങ്ങില്ല. ഗസ മുഴുവൻ പിടിച്ചെടുത്താലും ഹമാസ് പോരാളികൾ അവിടെ ഉണ്ടാകും ഒരു തിരുത്തൽ ശക്തിയായി.